ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ് നമ്മൾ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ ട്രാൻസ്ഫറിനെ കുറിച്ച് അപ്പോൾ ഇന്ന് ഡെഡ് ലൈൻ ഡേ ആണ്, ലാസ്റ്റ് ഡേ ആണ് ട്രാൻസ്ഫർ വിൻഡോ. അപ്പോൾ പല ട്രാൻസ്ഫേഴ്സും നടക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ക്രൂഷ്യൽ ടൈംസാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ആരെങ്കിലുമൊക്കെ എത്തിയേക്കാം. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇൻകമിങ്സിനെ കുറിച്ചല്ല. അപ്പോൾ സന്തോഷമില്ലെന്ന ന്യൂസൊന്നുമല്ല, ബ്ലാസ്റ്റേഴ്സിൻ്റെ 2 ഔട്ട് ഗോയിങ്സിനെ കുറിച്ചാണ്. 2 താരങ്ങളെ ലോൺ ഔട്ട് ചെയ്യുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇപ്പോൾ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് മാർക്കസ് മെറൂലയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് റൂമർ വന്നിട്ടുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ വിങ്ങറായ ബിഗാജ് സിംഗിനെ മുഹമ്മദ് അൻസിലേക്ക് വീണ്ടും ലോൺ ഔട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം മുഹമ്മദ് അൻസിലായിരുന്നു ഐ ലീഗിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ കപ്പടിച്ചിട്ടൊക്കെയാണ് പുള്ളിയിട്ട് വന്നത്. നമ്മൾ കഴിഞ്ഞ വർഷമാണ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് 2025 വരെയൊക്കെയുള്ള ഒരു കോൺട്രാക്റ്റിൽ. അപ്പോൾ നെക്സ്റ്റ് വർഷത്തോടു കൂടി താരത്തിൻ്റെ കോൺട്രാക്റ്റ് കഴിയുകയാണ്. ഇപ്പോൾ മുഹമ്മദ് അൻസിലേക്ക് വീണ്ടും ലോൺ ചെയ്യുകയാണ്. ഇപ്പോൾ മുഹമ്മദ് അൻസ് എല്ലാവർക്കും അറിയാം ഈ സീസണിൽ ISL കളിക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ലൊരു മൂവ് ആയിട്ടാണ് തോന്നുന്നത്. എന്താ വെച്ചാൽ ഈ സീസണിൽ ഇപ്പോൾ പുതിയ കോച്ചിൻ്റെ കീഴിൽ ഒരു അവസരം പോലും പുള്ളിക്ക് ലഭിച്ചിട്ടില്ല. ഡുറൻഡ് കപ്പിലൊന്നും ഒരു മിനിറ്റ്സ് പോലും കളിച്ചിട്ടില്ല. അപ്പോൾ ഇമ്പ്രസ്ഡ് ആയിരിക്കില്ല ചിലപ്പോൾ ഒരുപക്ഷെ കോച്ച്. അപ്പോൾ ഇമ്പ്രൂവ് ആവാൻ അപ്പോൾ ഇങ്ങനൊരു ലോൺ ഔട്ട് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ചാൻസ് കിട്ടാതെ വെറുതെ ബെഞ്ചിലിരുത്തിയിട്ട് കാര്യമില്ല. നല്ല പൊട്ടൻഷ്യലുള്ള ഒരു പ്ലെയർ തന്നെയാണ്. ബട്ട് വിട്ട് കളയരുത്. ഇതേപോലെ നമ്മുടെ മഹേഷ് നോറത്തെ ലോണിൽ വിട്ടിട്ട് അവസാനം പോയിരുന്നു. അപ്പോൾ അടുത്ത വർഷം കരാർ അവസാനിക്കുകയാണ്. അവിടെ പിന്നെ ഒരു സന്തോഷം നിൽക്കുന്ന ന്യൂസ് എന്തെന്ന് വെച്ചാൽ അടുത്ത വർഷം കരാർ കഴിയുന്നതോടെ അവർക്ക് സ്വന്തമാക്കാൻ പറ്റില്ല. നമ്മൾ കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ കൂടി നടത്തുന്നുണ്ട്. പുള്ളിയെ സൈൻ ചെയ്യുമ്പോൾ തന്നെ സൈൻ ചെയ്ത കോൺട്രാക്ട് ക്ലോസിൽ നമ്മൾ ട്രിഗേഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ട്രിഗേഡ് ചെയ്തിട്ട് ഒരു വർഷം കൂടി കോൺട്രാക്റ്റ് പുള്ളിയുടേത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് 2026 വരെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഹമ്മദ് അൻസിൽ പോയാലും വരും സീസണിൽ ISL കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മഹേഷ് നോറം പോയ പോലെ അങ്ങനെ പെട്ടെന്ന് പോവില്ല. അത് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഈ നീക്കവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ മറ്റൊരു ട്രാൻസ്ഫർ നീക്കം ബ്ലാസ്റ്റേഴ്സിൽ നിന്ന്, അത് റിസർവ് ടീമിൽ നിന്നാണ്. റിസർവ് ടീം താരമായ തോമസ് ചെറിയാൻ, ഡിഫൻഡർ, പുള്ളിയെ ഐ ലീഗ് ക്ലബ്ബായ ചർച്ചിൽ ബ്രദേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് ന്യൂസ്. ഒരു ലോങ് ഡീലിൽ മീൻസ് ലോൺ ലോണിൽ തന്നെയാണ് പോകുന്നത്. 19 വയസ്സുള്ളൂ പുള്ളി. എല്ലാവർക്കും അറിയാം നമ്മുടെ കോറോ സിംഗ്, അതുപോലെ ഈ തോമസ് ചെറിയാൻ, അതുപോലെ എബിൻ ദാസ് എന്നീ പ്ലേയേഴ്സൊക്കെ നമ്മുടെ റിസർവ് ടീമിലാണ്. അവരൊക്കെ ഇപ്പോൾ നാഷണൽ ടീമിന് മറ്റേ സാഫൊക്കെ കളിക്കാൻ പോയിരുന്ന അണ്ടർ-20 ടീമിൻ്റെ ഭാഗമാണ്. നല്ല പൊട്ടൻഷ്യലുള്ള പ്ലേയേഴ്സാണ്. അപ്പോൾ ഈ ഒരു ഡീല് നല്ലതായിട്ടാണ് തോന്നുന്നത്. പുള്ളി ഐ ലീഗിൽ പോയി കളിക്കട്ടെ, ഒന്ന് എക്സ്പീരിയൻസ് ആയി അടുത്ത സീസണിൽ നമുക്ക് ഫസ്റ്റ് ലെവലിൽ നമ്മുടെ മെയിൻ ടീമിൽ കാണാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പ്ലെയറാണ്. അത്രയും പൊട്ടൻഷ്യലുള്ള ഒരു ഡിഫൻഡറാണ്. അപ്പോൾ അതൊരു നല്ലൊരു നീക്കം തന്നെയാണ് ചർച്ചിൽ പ്രദേശിലേക്ക്. എന്തായാലും ഇതൊക്കെയാണ് അപ്ഡേറ്റ്. അപ്പോൾ ഇനി ഇൻകമിങ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സൈനിങ്സ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയുടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.